ഇറ്റ് ഈസ് അവർ തുടങ്ങുന്നു പ്രധാന വാർത്തകൾ. Flexi, Life Easy, Electronics and Home Appliances. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരു മാസം വൈകും. തെരഞ്ഞെടുപ്പ് ഷെഡ്യൂൾ സെപ്റ്റംബർ 3 ഹൈക്കോടതിക്ക് നൽകും. ഒറ്റഘട്ടമായി നടത്തുമെന്ന് മുഖ്യമന്ത്രി. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഭീഷണിപ്പെടുത്തുന്നുവെന്ന് CPIM. ജാതി സെൻസസ് കണക്കുകൾ പുറത്ത്. കേരളത്തിൽ ജനസംഖ്യയുടെ 54% ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ 26.56%, ക്രിസ്ത്യാനികൾ 18.38%. ന്യൂനപക്ഷം ഭൂരിപക്ഷമുള്ളത് മലപ്പുറത്ത് മാത്രം. ഓഹരി വിപണികൾ തകർച്ചയിൽ നിന്ന് കരകയറുന്നു. സെൻസെക്സ് 290 പോയിന്റും നിഫ്റ്റി 71 പോയിന്റും നേട്ടത്തിൽ. രൂപയുടെ മൂല്യമുയർന്നു. കോളേജ് ക്യാമ്പസുകളിലെ ആഘോഷങ്ങൾക്ക് നിയന്ത്രണങ്ങൾ വരുന്നു. പ്രിൻസിപ്പലിന്റെ അനുമതിയില്ലാതെ ക്യാമ്പസുകളിൽ പോലീസ് ഇടപെടലാകാമെന്ന് സർക്കാർ. യൂണിയൻ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ സമിതി. ആഘോഷങ്ങൾക്ക് മുൻകൂർ അനുമതി വേണം. മൂന്നാറിൽ ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് 2 മരണം. അപകടത്തിൽപ്പെട്ടത് രാജമല കണ്ടിറങ്ങിയ വിനോദസഞ്ചാരികൾ. 2 പേരുടെ നില അതീവ ഗുരുതരം. ഇറ്റ് ഈസ് അവർ വിശദമായി. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കരുതെന്ന് സർക്കാർ നിർബന്ധമുണ്ടെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. സെപ്റ്റംബർ 3 കോടതി വിധി അനുസരിച്ച് സർക്കാർ മുന്നോട്ട് പോകും. വിധി എന്തായാലും അപ്പീൽ പോകില്ല. തെരഞ്ഞെടുപ്പ് സമയബന്ധിതമായി നടത്തുക അസാധ്യമല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോടതിയുടെ അനുമതിയോടെ തെരഞ്ഞെടുപ്പ് 1 മാസത്തേക്ക് നീട്ടാനാണ് മന്ത്രിസഭാ യോഗത്തിൽ ധാരണയായത്. നവംബറിൽ തെരഞ്ഞെടുപ്പ് നടത്തി ഡിസംബർ 1 പുതിയ ഭരണസമിതികൾ അധികാരമേറ്റെടുക്കും വിധം പുനഃക്രമീകരിക്കും. സെപ്റ്റംബർ 3 കേസ് പരിഗണിക്കുമ്പോൾ ഹൈക്കോടതിയെ ഇക്കാര്യം അറിയിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. കോടതി വിധിക്കനുസൃതമായി ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്തിക്കാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. കോടതി വിധി എന്തായാലും അപ്പീൽ പോയില്ല. നിശ്ചിത സമയത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തുക അസാധ്യമല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് സമയത്ത് നടക്കണം, ഒരു ഘട്ടമായി നടക്കണം. അപ്പോൾ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് നടത്തുക എന്നുള്ളത് ഇമ്പോസിബിൾ ഒന്നുമല്ല. വാർഡ് വിഭജനത്തിൽ ലീഗിനെ ഒറ്റപ്പെടുത്തുന്നത് ശരിയല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാർ ഒറ്റക്കെട്ടായാണ് തീരുമാനങ്ങൾ എടുത്തത്. പുതിയ പഞ്ചായത്തുകളുടെ സ്വീകാര്യതയിൽ വിളറിപ്പൂണ്ടവരാണ് വിഭജനത്തിന് എതിര് നിൽക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് മന്ത്രിസഭാ യോഗത്തിൽ ഉയർന്നത്. കമ്മീഷണർ അനാവശ്യ തിടുക്കം കാട്ടുകയാണെന്ന് ലീഗ് മന്ത്രിമാർ കുറ്റപ്പെടുത്തി. കമ്മീഷണറുടെ നീക്കങ്ങളിൽ ദുരൂഹതയുണ്ടെന്നും മന്ത്രിമാർ യോഗത്തിൽ ആരോപിച്ചു. റിപ്പോർട്ടർ, തിരുവനന്തപുരം. KPCC വൈസ് പ്രസിഡന്റ് MM ഹസൻ, N ഷംസുദ്ദീൻ MLA, അഡ്വക്കേറ്റ് ജയശങ്കർ, ആനത്തലവട്ടം ആനന്ദൻ എന്നിവരാണ് വിവിധ സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലും. ആദ്യം ശ്രീ MM ഹസൻ, 1 മാസം വരെ വൈകുക, എന്നിട്ട് ഒറ്റഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തുക എന്ന നിലയിലാണോ ഇന്ന് UDF നയപരമായ തീരുമാനം ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്നത്? UDF ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല. കാരണം UDF അല്ല തീരുമാനം എടുക്കേണ്ടത്. ക്യാബിനറ്റ് എടുത്ത തീരുമാനം UDF യോഗത്തിൽ മുഖ്യമന്ത്രി ബന്ധപ്പെട്ട മന്ത്രിമാർ വിശദീകരിച്ചു എന്നേ ഉള്ളൂ. ഇക്കാര്യത്തിൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചുള്ള നിലപാട് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കണം എന്ന് യാതൊരു തരത്തിലുള്ള ഉദ്ദേശവും ഗവൺമെൻറ്റിനില്ല. തെരഞ്ഞെടുപ്പ് ഇങ്ങനെ 1 മാസം കൂടി നീട്ടേണ്ടി വന്ന സാഹചര്യം അത് തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അതിന് ഗവൺമെൻറ് അല്ല ഉത്തരവാദി. ഇതിന് കാരണം ഈ വാർഡ് വിഭജനത്തെ സംബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷൻ എടുത്തിട്ടുള്ള നിലപാടാണ്. കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ 28 മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനെയും ഒക്കെ നിയമപരമായി അംഗീകരിച്ച ഒരു സാഹചര്യത്തിൽ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ വരുന്നത് ഇലക്ഷൻ കമ്മീഷൻ എടുത്തിട്ടുള്ള ചില പിടിവാശിയുടെ പേരിലാണ്. അതല്ലാതെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഈ 1 മാസം നീട്ടണം എന്ന ആഗ്രഹം, താല്പര്യം ഗവൺമെൻറ്റിനുള്ളതല്ല. നിലവിലുള്ള സാഹചര്യത്തിൽ ഇപ്പോഴുണ്ടായിട്ടുള്ള ചില തർക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രായോഗികമായി ഇത് നടത്താൻ 1 മാസം കൂടി വേണ്ടിവരും. തെരഞ്ഞെടുപ്പ് 1 മാസം നീട്ടിവെക്കാൻ സാധിക്കുമോ സർക്കാരിനോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ? ഹൈക്കോടതി വിധി ഇങ്ങനെ പറയുന്നു: ഇറ്റ് ഈസ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷൻ ഓൺ ദ പാർട്ട് ഓഫ് ദ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ടു കണ്ടക്ട് ഇലക്ഷൻ ടു ദ പഞ്ചായത്ത് ആൻഡ് ദ മുനിസിപ്പാലിറ്റീസ് വിതിൻ ദ ടൈം പ്രിസ്ക്രൈബ്ഡ് എന്നാണ്. സമയബന്ധിതമായി തെരഞ്ഞെടുപ്പ് നടത്തണം എന്നാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് സംസ്ഥാന സർക്കാരിനോടും തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും നിർദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സർക്കാർ 3-ാം തീയതി നൽകാൻ പോകുന്ന പുതിയ ഷെഡ്യൂൾ നവംബർ 1 പുതിയ ഭരണസമിതികൾ അധികാരമേൽക്കുന്ന തരത്തിലല്ല എന്നിരിക്കെ അത് ഭരണഘടനാ വിരുദ്ധമായിരിക്കില്ലേ? കോടതി വിധിയുടെ ലംഘനമായിരിക്കില്ലേ? ഒരിക്കലുമില്ല. കോടതിയോടാണ് ആവശ്യപ്പെടാൻ പോകുന്നത്, അല്ലാതെ തീരുമാനിക്കുകയല്ല. കോടതിയുടെ തീരുമാനത്തിന് അനുസൃതമായി മാത്രമേ ഈ തീരുമാനം നടപ്പിലാക്കാൻ സാധിക്കൂ. കഴിഞ്ഞ 2010 എന്തായിരുന്നു സംഭവിച്ചത്? നേരത്തെ ഉണ്ടായിരുന്ന സംഭവം എന്താ നമുക്കറിയാം. 1 മാസം തിരഞ്ഞെടുപ്പ് നീട്ടിയത് ഓർമ്മയില്ലേ?
അത് കോടതിയാണ് അന്ന് തീരുമാനിച്ചത്. ഇപ്പോഴും കോടതിയുടെ അനുമതിയോടുകൂടി മാത്രമേ അത് നടപ്പിലാക്കാൻ പറ്റൂ. അതുകൊണ്ട് കോടതി നേരത്തെ അംഗീകരിച്ചിട്ടുണ്ട്. കോടതിയോട് സ്വാഭാവികമായും ചോദിക്കുകയാണ് രണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങൾ, ഒന്ന് സംസ്ഥാന സർക്കാരും, ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും UDF കൺവീനർ ശ്രീ പി തങ്കച്ചനും മാധ്യമങ്ങളോട് വിശദീകരിച്ചത് ഞങ്ങളൊരു പുതിയ ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പുതിയ ഷെഡ്യൂളിനോട് തെരഞ്ഞെടുപ്പ് കമ്മീഷനും യോജിപ്പാണ്. പഴയ നിലപാടല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞ പുതിയ ഷെഡ്യൂളിനോട് യോജിപ്പ് പ്രകടിപ്പിക്കാം കോടതിയിലാണെങ്കിൽ പോലും എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ 3-ാം തീയതി കോടതി ഈ വിഷയം എടുക്കുമ്പോൾ ഗവൺമെൻറ് പറയും ഇതാ ഗവൺമെൻറ്റിന് തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയുന്ന പുതിയ ഷെഡ്യൂൾ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു ശരി, ഈ ഷെഡ്യൂൾ തന്നെയാണ് ഞങ്ങൾക്കും അംഗീകരിക്കാൻ കഴിയുന്നത്. അങ്ങനെ വന്നാൽ കോടതിക്ക് എന്ത് ചെയ്യാൻ കഴിയും? അല്ല, അങ്ങനെ വരികയാണെങ്കിൽ കോടതിക്ക് പിന്നെ അതിൽ തടസ്സമൊന്നും ഉണ്ടാവില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനും സർക്കാരിനും അതാണ് താല്പര്യമെങ്കിൽ പിന്നെ കോടതി സ്വാഭാവികമായിട്ടും 1 മാസമൊക്കെ നീട്ടി കൊടുക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. കഴിഞ്ഞ തവണ അങ്ങനെയാണ് ഉണ്ടായത്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം അതല്ല. ഈ 1 മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തി തീർക്കാൻ പറ്റുമെന്ന് നികേഷന് തോന്നുന്നുണ്ടോ? അവിടെ ബുദ്ധിമുട്ട്. ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്, ഞാനിപ്പോൾ ഇതിൽ സർക്കാരിനെ മോശപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ 28 മുനിസിപ്പാലിറ്റികൾ പുതുതായിട്ട് വന്നിരിക്കുന്നു. പുതിയ മുനിസിപ്പാലിറ്റികൾ ഉണ്ടാകുന്നതനുസരിച്ച് ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണത്തിൽ അതനുസരിച്ച് കുറവ് സംഭവിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റി, കൂത്താട്ടുകുളം പഞ്ചായത്ത് കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റിയായി മാറും. അപ്പോൾ പാമ്പാക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൽ 2 ഡിവിഷൻ കുറയുന്നു. ഒരു പഞ്ചായത്ത് മിക്കവാറും 2 ഡിവിഷനായിരിക്കും, അല്ലെങ്കിൽ 2-ലധികം ഡിവിഷനായിരിക്കും. 2 ഡിവിഷൻ കുറയുന്നു. അതനുസരിച്ച് അതിന് തൊട്ടടുത്ത പിറവവും മുനിസിപ്പാലിറ്റി ആകുന്നു. അപ്പോൾ 4 ഡിവിഷൻ കുറയുന്നു. ഒരു ബ്ലോക്ക് പഞ്ചായത്ത് 13 ഡിവിഷൻ നിർബന്ധമായിട്ട് വേണം. 13 മെമ്പർമാരുണ്ടായിരിക്കണം. അപ്പോൾ എന്ത് വേണം? ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഡിവിഷൻ പുനഃക്രമീകരിക്കണം. അതനുസരിച്ച് ജില്ലാ പഞ്ചായത്ത് പുനഃക്രമീകരിക്കണം. ചെറിയ കാര്യമാണോ? 1 മാസത്തിനുള്ളിൽ തീർക്കാൻ പറ്റുമോ? തീർക്കാൻ പറ്റില്ല. ഒരു കാരണവശാലും തീർക്കാൻ പറ്റില്ല. തീർക്കുന്നതിൽ നമുക്ക് സന്തോഷമുള്ളൂ. അങ്ങനെ മനുഷ്യ സാധ്യമല്ലാത്തതായി ഒന്നുമില്ല എന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുമ്പോഴും എങ്ങനെ ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കും? അല്ലെങ്കിൽ ഇങ്ങനെ കാട്ടിക്കൂട്ടിയാൽ മതി എന്നാണോ UDFന്റെ തീരുമാനം? അല്ലെങ്കിൽ അങ്ങനെയാണോ മുസ്ലിം ലീഗ് നിർദ്ദേശിക്കുക? കാരണം നിങ്ങളുടെ കയ്യിലാണ് വകുപ്പ്. അല്ല, ഇവിടെ മുസ്ലിം ലീഗും UDFും അല്ലല്ലോ പ്രശ്നം. ഈ വിഷയം കോടതിയുടെ മുമ്പിലെത്തുമ്പോൾ കോടതി ഒരു തീരുമാനം പറയേണ്ടത് സമഗ്രമായിട്ടായിരുന്നു. കോടതി തന്നെയാണ് 28 മുനിസിപ്പാലിറ്റികളെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളാക്കി മാറ്റിയതിനെ, മുനിസിപ്പാലിറ്റി രൂപീകരിച്ചതിനെ കോടതി തന്നെയാണ് അംഗീകരിച്ചത്. ഇതേ സിംഗിൾ ബെഞ്ചിൽ ഇത് ചോദ്യം ചെയ്തുകൊണ്ട് കേസുകൾ വന്നപ്പോൾ കോടതി കണ്ടതെന്താ? മുനിസിപ്പാലിറ്റി ആക്കിയതിൽ തെറ്റില്ല. ആ ചോദ്യം ചെയ്തതെല്ലാം തള്ളിക്കളഞ്ഞു. മുനിസിപ്പാലിറ്റി ആക്കിയതിനെ 28 എണ്ണം, പിന്നീട് 2-3 കേസ് വേറെ ഉണ്ട്, അങ്ങനെ അതിൽ 28 എണ്ണം കോടതി അംഗീകരിച്ചതാണ്. അപ്പോൾ അതൊരു ഭാഗത്ത് അംഗീകരിച്ച് നിൽക്കുമ്പോൾ പഞ്ചായത്തുകളുടേത് അംഗീകരിക്കാതിരിക്കട്ടെ, ആയിക്കോട്ടെ. പക്ഷെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഇത് രണ്ടും കൂടി നോക്കിയിട്ട് വേണമായിരുന്നു കോടതി ഒരു തീരുമാനം പറയാൻ. അതുകൊണ്ടാണിപ്പോൾ UDF ഗവൺമെൻറ് ഈ 3-ാം തീയതി കേസെടുക്കുമ്പോൾ ഈ വിഷയം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഞങ്ങളുടെ കണക്ക് പ്രകാരം 1 മാസത്തെ സമയമുണ്ടെങ്കിൽ ഈ റീഅറേഞ്ച്മെൻറ്റ് സാധ്യമാണ്. കാരണം 28 മുനിസിപ്പാലിറ്റികളുടെ പ്രശ്നമേ ഉള്ളൂ. 28 ബ്ലോക്ക് പഞ്ചായത്തിന് മാത്രമാണ് ഇത് ബാധിക്കുന്നത്. ആ 28 ബ്ലോക്ക് പഞ്ചായത്തിൽ ഇവിടെ നേരത്തെ ജയശങ്കർ വക്കീൽ സൂചിപ്പിച്ചതുപോലെ ബന്ധപ്പെട്ട 2-3 വാർഡുകൾ കുറയും. ഇപ്പോൾ ഉദാഹരണത്തിന് മണ്ണാർക്കാട് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ആയിട്ടുണ്ട്. മണ്ണാർക്കാട് ബ്ലോക്കിൽ നിന്ന് ആ പഞ്ചായത്ത് പ്രദേശം അങ്ങ് ഒഴിഞ്ഞു പോകും. ഒഴിഞ്ഞു പോകുമ്പോൾ 3 വാർഡിൻ്റെ കുറവുണ്ടാവും. ചില്ലറ അറേഞ്ച്മെൻറ്റുകൾ വരുത്തിയാൽ മണ്ണാർക്കാട് ബ്ലോക്കിൻ്റെ വാർഡ് വിഭജനം പൂർത്തിയാക്കാൻ പറ്റും. അത് പ്രകാരം ഒരു ജില്ലാ പഞ്ചായത്ത് സീറ്റിൻ്റെ കുറവ് ഈ ക്രമീകരണം കൊണ്ട് 1/2 ജില്ലാ പഞ്ചായത്ത് സീറ്റിൻ്റെ കുറവുണ്ടാവും. അത് മറ്റ് സീറ്റുകളുമായി അറേഞ്ച് ചെയ്താൽ ആ ഏരിയയിലെ പ്രശ്നം തീർന്നു. അങ്ങനെ ബന്ധപ്പെട്ട ജില്ലാ പഞ്ചായത്ത് സീറ്റുകളുടെ ക്രമീകരണത്തിനും ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ക്രമീകരണത്തിനും 1 മാസം ധാരാളമാണ്. ദയവായി തുടരുക. ശ്രീ ആനത്തല വെട്ടമാനന്ദൻ, താങ്കൾക്ക് കേൾക്കാമല്ലോ അല്ലേ? യാത്രയിലാണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിക്കുന്നത്. കേൾക്കാം. ഇപ്പോൾ ഗവൺമെൻറ് എടുത്തിരിക്കുന്ന തീരുമാനം ഇതാണ്: 1 മാസത്തെ സമയം മാത്രം മതി. ദിവസങ്ങൾ എന്നാണ് പറയുന്നതെങ്കിൽ തന്നെയും 1 മാസം കൂടുതൽ തരിക. അതായത് ഒക്ടോബർ 31 തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കണം എന്നുള്ളതാണ് ഭരണഘടനാ വ്യവസ്ഥ എങ്കിൽ അത് നവംബർ 30 എന്ന് കൂട്ടുക. അങ്ങനെ 1 മാസം കിട്ടുകയാണ് എങ്കിൽ
തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് അത് ത്രിതല പഞ്ചായത്തിൻ്റെയും മുനിസിപ്പാലിറ്റിയുടെയും കോർപ്പറേഷൻ്റെയും കാര്യത്തിൽ പൂർണ്ണമായും പൂർത്തിയാക്കാൻ കഴിയുമെന്ന് ഗവൺമെൻറ് നിലപാടെടുക്കും. ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും ഇക്കാര്യം ഗവൺമെൻറ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടുതൽ പോസിറ്റീവായിട്ടുള്ള ഒരു സഹകരണം ഇപ്പോൾ നൽകുന്നു എന്നുള്ള തോന്നലാണ് UDF നേതൃത്വത്തിനും സർക്കാരിനുമുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും അത് കോടതിയിൽ അംഗീകരിക്കും. അപ്പോൾ സെപ്റ്റംബർ 3-ാം തീയതി ഹൈക്കോടതിയിൽ പോകുമ്പോൾ പുതിയ ഷെഡ്യൂൾ ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു ശരിയാണ്, ഈ ഷെഡ്യൂൾ തന്നെയാണ് നല്ലത് എന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എതിർപ്പുണ്ടോ? ഈ നേരത്തെ കോടതിയിൽ ഗവൺമെന്റ് ധരിപ്പിച്ചിരിക്കുന്ന 86 ദിവസം കൊണ്ട് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമെന്നാണ്. അത് കോടതി അപരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ആഗസ്റ്റ് 18-ാം തീയതിയാണ് അഡ്വക്കേറ്റ് ജനറൽ ഈ വാദം ഉന്നയിക്കുന്നത്. അത് 86 ദിവസം ആകുമ്പോൾ നവംബർ 19 ആയി പോകും. അത് കബളിപ്പിക്കലായിരുന്നു. അത് കോടതി മനസ്സിലായിക്കൊണ്ടാണ് നവംബർ 1-ന് തന്നെ തെരഞ്ഞെടുപ്പ് നടത്തത്തക്ക തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് കോടതി പറഞ്ഞത്. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഒരു ഡിസംബർ 1-ന് ചാർജ് എടുക്കത്തക്ക തരത്തിൽ ആകാമെന്ന് പറഞ്ഞാലും 2010 ഡിവിഷൻ അനുസരിച്ച് മാത്രമേ തെരഞ്ഞെടുപ്പ് നടത്താൻ സാധിക്കൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല ശ്രീ ആനത്തലവട്ട ആനന്ദൻ, ഈ പറയുന്ന 86 ദിവസം ഒരു വാദമായി നമ്മുടെ മുന്നിൽ ഉണ്ടെങ്കിൽ തന്നെയും ഇന്നിപ്പോൾ എത്രയായി? ഓഗസ്റ്റ് 25. ഓഗസ്റ്റ് 25-ൽ ഇനിയും 5 ദിവസം ബാക്കിയുണ്ട്. പോട്ടെ, സെപ്റ്റംബർ 3-നാണ് അന്തിമ തീരുമാനം വരാൻ പോകുന്നത്. എന്നാൽ തന്നെ സെപ്റ്റംബർ മാസം മുഴുവനുണ്ട്, ഒക്ടോബർ മാസം മുഴുവനുണ്ട്, ഒരു മാസം കൂടുതൽ ചോദിക്കുന്ന നവംബർ മുഴുവനുണ്ട്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ എന്ന് പറയുമ്പോൾ ഈ 86 ദിവസത്തിൽ കൂടുതലായിരിക്കുന്നു. അതാണ് ഗവൺമെൻറ് ആവശ്യപ്പെട്ടത്. 86 ദിവസം. ആ 86 ദിവസമാണ് 90 ദിവസമായി കൺവേർട്ട് ചെയ്യപ്പെടാൻ പോകുന്നത് സെപ്റ്റംബർ 3-ാം തീയതി. യാത്രയിലായതുകൊണ്ടായിരിക്കും ശബ്ദത്തിൽ ഞാൻ പറഞ്ഞതിന് ശരിയല്ലേ ഇത്? അല്ല, സർക്കാർ ആവശ്യപ്പെടുകയും കമ്മീഷൻ ഈ 86 ദിവസത്തിനകത്ത് തീർക്കുകയും ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കാണ് വിരോധം. ഇതിപ്പോൾ പണ്ടാരണ്ട് പറഞ്ഞോട്ട് BV കുത്തിയാലും വെള്ളാട്ടി കുത്തിയാലും അരി വെളുക്കണം. നവംബറിൽ നടക്കുമോ ഡിസംബറിൽ നടക്കുമോ എന്നുള്ളതല്ല, തെരഞ്ഞെടുപ്പ് നടക്കുമോ എന്നുള്ള എൻ്റെ ചോദ്യം. ഇതിപ്പം ഒക്ടോബറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് നവംബറിൽ നടന്നാൽ മതി, നടക്കുമോ എന്നുള്ളതാണ് ചോദ്യം. നടക്കുന്നു മാത്രമല്ല, ഇന്നിപ്പോ ശ്രീ PP തങ്കച്ചനും ഉമ്മൻചാണ്ടിയും വിലക്കയറ്റം പിടിച്ചെടുത്തെന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് എപ്പോ അവിടെ പിടിച്ചിട്ട് അവിടെ പിടിക്കണ്ട കിട്ടില്ല. 2 പൊളിറ്റിക്കൽ കമന്റ് ഉണ്ട്. ഒന്ന്, UDF കൺവീനർ ശ്രീ PP തങ്കച്ചൻ പറയുന്നത് എന്താണെന്നറിയോ? ഇത്രയും നല്ല രാഷ്ട്രീയ കാലാവസ്ഥ ഉണ്ടായിട്ട് ഞങ്ങൾ എന്തിനു തെരഞ്ഞെടുപ്പ് നടത്താതിരിക്കണം? അല്ല, അത് അവരോട് ഞങ്ങളാണ്, ഉമ്മൻചാണ്ടി പറയുന്നത്, ഞങ്ങളാണ് തെരഞ്ഞെടുപ്പ് സമയബന്ധിതമായി നടത്തണം, അതിനുവേണ്ടി ഒരു മാസം മുമ്പ് നടത്താൻ കഴിയുമോ എന്ന് പരിശോധിച്ചവർ എന്നാണ്. ശരിയല്ലേ? അതൊക്കെ ശരിയാണ്. ഞാൻ പറഞ്ഞത് ഇത് പറയലും പ്രവൃത്തിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടല്ലോ. വിലക്കയറ്റം പിടിച്ചെടുത്ത് തൊഴിലില്ലായ്മ ഇല്ലാതാക്കുന്നൊക്കെ പറയണില്ലേ? അതുപോലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് പറയുന്നു. പക്ഷെ പറയലും പ്രവൃത്തിയും തമ്മിൽ വ്യത്യാസമുണ്ട്. അവിടെയാണ് നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം. ഉണ്ടോ ശ്രീ MM ഹസൻ? പറയുന്നതും പ്രവൃത്തിയും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഇന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞതാണ്, ഒരു മാസം മുമ്പെങ്കിലും തെരഞ്ഞെടുപ്പ് നേരത്തെ ആക്കണമെന്നൊരു ആഗ്രഹം UDF-നുണ്ടായിരുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ ജൂലൈ മാസത്തിലാണ് നിങ്ങൾ തന്നെ പറയുന്നത്, ജൂലൈ മാസത്തിലാണ് ഞങ്ങൾ വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് വൈകിപ്പിക്കുകയായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ്, കഴിഞ്ഞതിന്റെ മുമ്പത്തെ ആഴ്ചയാണ് ബ്ലോക്ക് പഞ്ചായത്തുകൾ തീരുമാനിച്ചത്. എന്നിട്ട് 10-ാം തീയതി റദ്ദാക്കുകയും ചെയ്തു. അങ്ങനെ ആകെ ശ്രീ ഉപസമിതിയിൽ അംഗമായിരുന്നല്ലോ ശ്രീ MM ഹസൻ. എന്തുകൊണ്ടാണ് ഇത്രയും നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് നടത്താനുള്ള രാഷ്ട്രീയ കാലാവസ്ഥ അനുകൂലമാണ് എന്ന് തോന്നിയിട്ടും എന്തുകൊണ്ടാണ് വലിയ തോതിലുള്ള ആശയക്കുഴപ്പം കമ്മിറ്റിയിൽ ഉണ്ടായത്, തുടർന്നുണ്ടായ സാങ്കേതിക നടപടിക്രമങ്ങളിലുണ്ടായത്? കമ്മിറ്റിയിലൊന്നും ഒരു ആശയക്കുഴപ്പവും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഏകണ്ഠമായിട്ടാണ് തീരുമാനിച്ചത്. ഈ തീരുമാനത്തെ നിയമപരമായി മുനിസിപ്പാലിറ്റികളൊക്കെ തീരുമാനിച്ചതിനെക്കുറിച്ച് കോടതി തന്നെ അത് ശരിവച്ചിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ ഈ കാര്യത്തിൽ എടുത്തിട്ടുള്ള ചില പിടിവാശി, അത് പലതരത്തിലും അതിനെ വ്യാഖ്യാനിക്കാം. ആ ഇലക്ഷൻ കമ്മീഷൻ വാസ്തവത്തിൽ ഈ ഒരു ഇലക്ഷൻ കമ്മീഷൻ്റെ ഭരണഘടനാപരമായ ചുമതല നിർവഹിക്കുന്നതിനപ്പുറം ചില സ്ഥാപിത താല്പര്യങ്ങൾ അവർക്കാണ് ഉണ്ടായത്. ശ്രീ ആനന്ദൻ, താങ്കൾ പറഞ്ഞത് നേരത്തെ മുഴുമിപ്പിക്കാനായില്ല, ഇപ്പോൾ കുറെ കൂടി വ്യക്തതയോടുകൂടി പറയാൻ കഴിയുമോ? എന്തുകൊണ്ട് മിനി അടിയന്തരാവസ്ഥ എന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നു? താങ്കൾ തൊട്ടു പിന്നിലുണ്ടായിരുന്നല്ലോ അപ്പോൾ. അത് പറയാൻ കാരണം, ഇന്നലെ മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും തദ്ദേശ സ്വയംഭരണ വകുപ്പിന് ചുമതല വഹിക്കുന്ന മന്ത്രിമാരും ചേർന്ന് ഇലക്ഷൻ കമ്മീഷനെ വിളിച്ചു. ഇലക്ഷൻ കമ്മീഷനെ വിരട്ടുകയാണ് ചെയ്തത്. നിങ്ങൾ ഈ തൽസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടത്തില്ല എന്ന് പറഞ്ഞ കമ്മീഷന്റെ ആ സ്ഥാനത്ത് നിന്ന് പോലും അദ്ദേഹത്തെ റിമൂവ് ചെയ്യുന്നുള്ള മട്ടിൽ പോലും ഭീഷണിപ്പെടുത്തിയുണ്ടായി. ഒരു ഭരണഘടനാ സ്ഥാപനത്തിൽ ഇരിക്കുന്ന ഒരാളെ ഭരണഘടനാ
ചുമതലകൾ നിർവഹിക്കേണ്ടുന്ന ചുമതലപ്പെട്ട മറ്റ് ഭരണഘടനാ സ്ഥാപനത്തിൽ ഇരിക്കുന്ന മന്ത്രിമാർ ഒരു മിനിറ്റ് ശ്രീ ആനന്ദലോട്ടാന്റെ ഒരു മിനിറ്റ്. ശ്രീ എം എം ഹസൻ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? കമ്മീഷണർ ഓവർ സ്മാർട്ട് ആകരുത്. കുറേ തെരഞ്ഞെടുപ്പും ഇതിലും വലിയ കമ്മീഷണറെയും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് നടത്താതെ സ്ഥാനം തെറിക്കുന്ന കമ്മീഷണർ ആകേണ്ടി വരും നിങ്ങൾക്ക് എന്ന് പറയുമ്പോൾ കമ്മീഷണർക്ക് പറയേണ്ടി വന്നു പോലും എനിക്കതിൽ ഭയമില്ല എന്ന്. അല്ല, ഇതെല്ലാം പത്രങ്ങളിൽ കണ്ട വാർത്തയും താങ്കളിപ്പോൾ പറഞ്ഞപ്പോൾ കേട്ട വാർത്തയുമാണ്. ഇതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയില്ല. കുഞ്ഞാലിക്കുട്ടി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, കമ്മീഷണർ അങ്ങനെ മറുപടി പറഞ്ഞോ? പിന്നെ ഒരു കാര്യം ഇവിടെ ചോദിക്കുന്ന പോലെ അനന്തലോട്ട് ആനന്ദം പറഞ്ഞ പോലെ ഫെബ്രുവരിയിൽ കാലാവധി അവസാനിക്കുന്ന ഇലക്ഷൻ കമ്മീഷനെ കുഞ്ഞാലിക്കുട്ടിയല്ല ആര് തന്നെയും ഏത് മന്ത്രിയും അദ്ദേഹത്തെ പുറത്താക്കിക്കളയും എന്ന് പറയേണ്ട കാര്യമുണ്ടോ? പറഞ്ഞാൽ ആ പറയുന്നതിന് വല്ല അർത്ഥമുണ്ടോ? ഇതൊക്കെ ഫെബ്രുവരിയിൽ കാലാവധി അവസാനിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഇപ്പോൾ തന്നെ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണല്ലോ. അതിനു മുമ്പ് പുറത്താക്കി കളയും എന്നാണ് പോലും ഭീഷണി. അത് നിഷേധിച്ചിട്ടുണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടിയെങ്കിൽ പോലും. അത് അങ്ങനെയൊക്കെ ഇതൊക്കെ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അത് വെറും ഊഹാപോഹമാണ്. താങ്കൾ തുടരുക. സെപ്റ്റംബർ 3-ാം തീയതി ഗവൺമെന്റിന്റെ ഒരു സുതാര്യത നോക്കുക ശ്രീ ആനന്ദലവട്ടമാനന്ദൻ. സെപ്റ്റംബർ 3-ാം തീയതി വിശാലമായ വാദം കേൾക്കുന്നതിന് വേണ്ടി കോടതി ഈ വിഷയം എടുക്കുമ്പോൾ ഗവൺമെന്റ് പറയുന്നു ഇതിലൊരു അവ്യക്തതയുണ്ട്. 2 സിംഗിൾ ബെഞ്ചിന്റെ വിധി ഡിവിഷൻ ബെഞ്ച് ഒരേപോലെ അംഗീകരിച്ചിരിക്കുകയാണ്. അതിൽ വൈരുദ്ധ്യങ്ങളുണ്ട്. ആ വൈരുദ്ധ്യം ഒന്ന് തീർക്കാൻ വേണ്ടി ഞങ്ങളൊരു കാര്യം ചെയ്യാം, 1 മാസം വൈകിയാണെങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് നടത്താമെന്ന് പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് ഈ കോടതിക്ക് ഈ സർക്കാരിന് എന്ത് ചെയ്യാനാണ് കഴിയുക? അത് ഡിസംബറിലേക്ക് ആക്കണ്ടല്ലോ. കോടതി 3-ാം തീയതി വെച്ചിരിക്കല്ലേ. സെപ്റ്റംബർ 3-ന് കോടതി അതും കേൾക്കാൻ വെച്ചിരിക്കല്ലേ. അന്ന് കോടതിക്ക് തീരുമാനമെടുക്കാമല്ലോ വേണമെങ്കിൽ. കോടതി വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനായി ഗവൺമെന്റ് കരുതുന്നത് കോടതി കഴിഞ്ഞ ദിവസം കോടതി സുവ്യക്തമായി പറയുകയുണ്ടായി നവംബർ 1-ന് ചാർജ് എടുക്കത്തക്ക വിധത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ഉത്തരവിട്ടിരിക്കുന്നു. ഇലക്ഷൻ കമ്മീഷനോട് പറയുക നിങ്ങളിത് പ്രൊസീഡ് ചെയ്യണം. ഇലക്ഷൻ കമ്മീഷൻ ഇന്നത്തെ നിലയിൽ കോടതിയുടെ ഉത്തരവ് നടപ്പാക്കാൻ ബാധ്യതയുണ്ട്. മാത്രമല്ല കോടതിക്ക് അങ്ങനെയല്ലേ പറയാൻ കഴിയൂ ശ്രീ ആനന്ദലവട്ടമാനന്ദൻ? സമയബന്ധിതമായി നടത്തണം, അതിനുള്ള നടപടിക്രമങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യണം, സർക്കാർ സഹകരിക്കാമെന്ന് AG പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കോടതി ഈ വിഷയത്തിൽ ഇലക്ഷൻ കമ്മീഷൻ്റെയും AGയുടെയും വാദം കേട്ട ശേഷം എടുക്കുന്ന സ്വാഭാവിക തീരുമാനമാണ്. ഇനിയാണ് കളി. അപ്പോൾ നേരത്തെ MK മുനീർ തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. 2 കാര്യങ്ങളുണ്ട് നമ്മുടെ മുന്നിൽ. ഒന്ന്, പുതിയ മുനിസിപ്പാലിറ്റികളുടെ കാര്യത്തിൽ എന്ത് ചെയ്യും? രണ്ടാമത്തേത് 2010 വെച്ച് നടത്തുക എന്നുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർദ്ദേശവും. ഇതിനിടയിൽ ഒരു തീരുമാനം വേണം. ആ തീരുമാനം സംബന്ധിച്ച് ഗവൺമെൻറ് ഇനി അങ്ങോട്ട് പറയുകയാണ് ഞങ്ങളുടെ തീരുമാനം എല്ലാം ഒന്നിച്ച് നടത്താം, ഒറ്റ കാര്യമേ ഉള്ളൂ, 1 മാസം വൈകും. അപ്പോൾ കോടതി പറയുന്നു ശരി 1 മാസം വൈകിട്ടാണെങ്കിൽ നടത്തൂ. തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറയുന്നു അതുമായ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുമെന്ന്. ഇതല്ലാതെ മറ്റെന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടെങ്കിൽ ശ്രീ ആനന്ദലവട്ടമാനന്ദൻ താങ്കൾ പറഞ്ഞു തരൂ. നമുക്ക് MMSനോട് പറയാം, ഗവൺമെന്റിനോട് നിർദ്ദേശിക്കാൻ. അല്ല, 1 മാസം നീണ്ടുന്ന കഴിഞ്ഞ തവണയും 1 മാസം നീണ്ടാണ് തെരഞ്ഞെടുപ്പ്. അത് കോടതി പറയണം. ഗവൺമെന്റ് പറയല്ല വേണ്ടത്. കഴിഞ്ഞ 2005 തെരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരത്തിൽ കോടതിയാണ് പറഞ്ഞത്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരം 1 മാസത്തേക്ക് ഒക്ടോബർ നിന്നുള്ളത് നവംബർ 1 കോടതി ഒരു പഞ്ചായത്തിന്റെ കേസ് നിന്നപ്പോൾ കോടതി തന്നെ ചോദിച്ചു. അതെ, കോടതി പറയട്ടെ. കോടതി പറയാൻ വേണ്ടിയാണല്ലോ കോടതിയോട് അവർ പറയുന്നത് ഞങ്ങളുടെ ഷെഡ്യൂൾ ഇതാ, അതിനുവേണ്ടി കുറച്ചുകൂടി സമയം അനുവദിച്ചു തരണമെന്ന് കോടതി പറയും. അല്ലെങ്കിൽ അതിനേക്കാളും കുറെ കൂടി വ്യക്തത ഞാൻ താങ്കൾക്ക് തരാം. ഇനി അഥവാ കോടതി പറയുകയാണ് 2010 വെച്ച് നടത്തിയാൽ മതി എന്ന്, പിന്നെ അപ്പീലിന് പോകുന്ന പ്രശ്നമില്ല, അവിടെ വെച്ച് അവസാനിക്കുകയാണ്. വേണമെങ്കിൽ സുപ്രീം കോടതിയിൽ. മുഖ്യമന്ത്രി ഇന്നും അത് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഞങ്ങൾക്ക് പഞ്ചായത്തുകളുടെ കാര്യത്തിൽ പോലും അനുകൂലമായ കോടതി വിധി ഉണ്ടാകും എന്നുറപ്പാണ്, പക്ഷേ സമയം നീട്ടിക്കൊണ്ടുപോകാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല, അതുകൊണ്ട് ഹൈക്കോടതിക്ക് അപ്പുറത്തേക്ക് ഞങ്ങൾ പോകുന്നില്ല, അപ്പീലില്ല എന്ന് ഇപ്പോൾ തന്നെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. വ്യക്തതയില്ലേ? അല്ല, അതിപ്പോ പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇലക്ഷൻ തന്നെ കഴിഞ്ഞ കോടതി തന്നെ ഹൈക്കോടതി ഒരു വിധി പറഞ്ഞിരിക്കല്ലേ, നവംബർ 1-ന് ചാർജ് എടുക്കത്തക്ക തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന്. ആ തെരഞ്ഞെടുപ്പ് നടത്താമല്ലോ ഇലക്ഷൻ കമ്മീഷന്, മാറ്റണ്ടല്ലോ. ജയശങ്കർ, ഒരു രാഷ്ട്രീയമായ അനുകൂലാവസ്ഥ അത് UDF കാണുന്നു. അതുകൊണ്ട് ഇന്ന് UDF യോഗം ചേർന്നിട്ട് ഘടകകക്ഷികളുമായുള്ള സീറ്റ് വിഭജനം പോലും തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. UDFനൊരു അപ്രമാദിത്വമുള്ള രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അങ്ങനെയൊന്നുമില്ല.
അങ്ങനെ ഒരു സാഹചര്യം സത്യത്തിലില്ല. ഇപ്പോൾ ഈ വിവാദം തന്നെ നോക്കിയാൽ പോരെ, ഇപ്പോൾ ഇത്ര വലിയൊരു സംഭവമാക്കി മാറ്റേണ്ട വല്ല കാര്യമുണ്ടോ? ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് പകരം എന്തൊക്കെ വിവാദങ്ങൾ ഇവിടെ ഉണ്ടാക്കിയത്. ഒരു ഭരണഘടനാ സ്ഥാനം വഹിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ കുറിച്ച് അപഖ്യാതി പറയുന്നു. അത് KP മജീദ് പറഞ്ഞ് മനസ്സിലാക്കാം. മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ദുസ്സൂചനയോടുകൂടി സംസാരിക്കുന്നു. മന്ത്രിമാരോട് പങ്കെടുക്കുന്ന യോഗത്തിൽ വിളിച്ചു വരുത്തി അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നു. പിന്നെ പറഞ്ഞില്ല എന്ന് പറയുന്നു. ഇതൊക്കെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അതുപോലെ അല്ല, അതൊക്കെ നിൽക്കട്ടെ. അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാനതല്ല പറയണത്. അത്ര വലിയ അനുകൂല സാഹചര്യമൊന്നും ഇന്നിപ്പോൾ കേരളത്തിൽ UDF ഇല്ല. ക്ഷേത്രത്തിലോട്ടാണെന്ന് നിങ്ങൾക്ക് മുട്ടിടിക്കുന്നുണ്ടോ? തെരഞ്ഞെടുപ്പ് വരുന്നു, അപ്പോൾ UDF അരുവിക്കര നൽകിയിട്ടുള്ളൊരു സന്ദേശം, അതേക്കുറിച്ചും ഇന്ന് ഷിബി തങ്കച്ചൻ പറയുകയുണ്ടായി. അരുവിക്കരയുടെ സൂചന, നിങ്ങൾ വിചാരിച്ചു നിങ്ങൾ ജയിക്കുന്നു, പക്ഷേ UDF 10,000-ലും മേലെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചപ്പോൾ വോട്ട് ചോർച്ചയെക്കുറിച്ചൊക്കെ പാർട്ടി തന്നെ വിലയിരുത്തിയിട്ടുണ്ടല്ലോ. ആ വലിയൊരു മുട്ടിടി ഇപ്പോഴും ഉണ്ടോ? അത് മാറാനായോ, സമയമായോ? അല്ല, ഞങ്ങൾക്ക് മുട്ടിടയില്ല. വാർഡ് വിഭജനം ഞങ്ങളുടെ ഗവൺമെന്റ് കാലത്ത് എത്രയോ മാറ്റിമറിച്ച് നടത്തിയെന്നൊക്കെ പറഞ്ഞ് ഇവർ ആക്ഷേപിച്ചല്ലോ. അതേ വാർഡ് വെച്ചുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് നടത്താൻ എന്തുകൊണ്ട് ഇവർക്ക് മുട്ടിടിക്കുന്നത്? UDF ഞങ്ങൾ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണമെന്ന് പറയുന്നില്ലല്ലോ. അനുകൂല സാഹചര്യം ഉണ്ടാകും. ഇതേ വാർഡ് വിഭജനം 2010 അനുസരിച്ച് നടത്തിയപ്പോൾ നേരത്തെ ജയിച്ചത് 70% സീറ്റുകളാണല്ലേ UDF? അതെ, UDF ജയിച്ചതല്ലേ. അപ്പൊ അതേ വാർഡിൽ വിഭജനം വെച്ചുകൊണ്ട് ഇപ്പോഴും തെരഞ്ഞെടുപ്പ് നടത്തിയാൽ അവർക്ക് ജയിക്കാമല്ലോ. അതല്ല സാർ, 2011 ഒരു സെൻസസ് ഉണ്ടായല്ലോ. ആ സെൻസസിന്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായും ചില മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് അറിയാവുന്നവരല്ലേ നമ്മളെല്ലാവരും? അല്ല, അത് ചെയ്യേണ്ടവർ നേരത്തെ ചെയ്യണം. അത് ചെയ്യേണ്ട ഒരു വർഷത്തിന് മുമ്പ് അത് നേരത്തെ ചെയ്യണം. അത് ശരിയാണ് താങ്കൾ പറയുന്നത്. ശ്രീ ഷംസുദ്ദീൻ, നിങ്ങൾ നേരത്തെ ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് ആണ് ഈ വിമർശനങ്ങളെല്ലാം ഉയർന്നത് എന്ന് മാത്രമല്ല, അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങളാണ് ഭരിക്കുന്നത് ആ വകുപ്പ്. നിങ്ങളുടെ നേതാവ് ശ്രീ KP മജീദാണ് അതിൻ്റെ ഉപസമിതി ചെയർമാനായിരിക്കുന്നത്. ശ്രീ MM ഹസനൊന്നും അതിന് യാതൊരു ഉത്തരവാദിത്വമില്ല, വെറും അംഗം മാത്രമായിരുന്നു ശ്രീ MM ഹസൻ. അല്ല, ഇവിടെ പറഞ്ഞ പല കാര്യങ്ങളിലും എനിക്ക് മറുപടി പറയാനുണ്ട്. പലപ്പോഴും നമ്മൾ ഈ റിപ്പോർട്ടർ ചാനലിലെ ചർച്ചയിൽ ഞങ്ങളുടെ ആളുകളെ, പ്രതിനിധികളെ വിളിച്ചാൽ നിങ്ങൾ ആവശ്യത്തിന് സമയം തരാറില്ല. അതൊരു ശരിയായ രീതിയല്ല. ഇപ്പോൾ ഇവിടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞതും മജീദ് സാഹിബ് പറഞ്ഞതും ഒക്കെ വെച്ച് നിങ്ങൾ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഇതിൻ്റെ നിജസ്ഥിതി ചോദിച്ചിട്ട് തന്നെ ഞാൻ വരുന്നത്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് പിന്നെ ഇലക്ഷൻ കമ്മീഷനോട് മോശമായി സംസാരിച്ചു എന്നൊക്കെ ആനത്തലവാട്ടം ആനന്ദൻ ഇവിടെ പറഞ്ഞാൽ അതിന് മറുപടി പറയാൻ എനിക്കുണ്ടല്ലോ. നിങ്ങൾ എന്നോട് ചോദിക്കണ്ടേ? പലപ്പോഴും ലീഗിൻ്റെ പ്രതിനിധികളെ വിളിച്ച് നിങ്ങൾ ഇവിടെ മാപ്പ് സാക്ഷിയാക്കാൻ ഉള്ള ശ്രമം നടത്താറുണ്ട്. എന്നെ ഇന്ന് രാവിലെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാ, ഇതിന് അവസരം തരുമെങ്കിൽ മാത്രം വിളിച്ചാൽ മതി. അല്ലാതെ നിങ്ങളുടെ ചർച്ചയ്ക്ക് വന്നിരിക്കാൻ, പിന്നെ വെറുതെ സാക്ഷിയായി ഇവിടെ ഇരിക്കാൻ ഞങ്ങളുടേതായ തിരക്കുകളും മറ്റൊക്കെ ഉണ്ട്. ഇവിടെ എന്താ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇലക്ഷൻ കമ്മീഷനെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അങ്ങനെ പിന്നെ ആളില്ലാത്ത പോസ്റ്റിലേക്ക് ഗോളടിച്ച് അങ്ങനെ പോകുന്നുണ്ടല്ലോ. ഔക്കാദർ കുട്ടി നഹാ സാഹിബിന്റെ കാര്യം പറഞ്ഞു. ഇതിനൊക്കെ പറയുമ്പോൾ മറുപടി പറയാൻ ഞങ്ങൾക്ക് അവസരം വേണം. അല്ലെങ്കിൽ ഈ ചർച്ച നിങ്ങൾ ഏകപക്ഷീയമായി നടത്തിക്കോ. ഇവിടെ ഈ ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ഇലക്ഷൻ കമ്മീഷന് ഇന്നലെ ഗവൺമെന്റും ഇലക്ഷൻ കമ്മീഷനും കൂടിയിരുന്ന് സംസാരിച്ചെന്തിനാ? ചായ പിടിച്ച് പിരിയാനല്ല. ഗവൺമെന്റിന്റെ നയപരിപാടികൾ, ഗവൺമെന്റിന്റെ അഭിപ്രായം കൃത്യമായി ബോധ്യപ്പെടുത്താനായിരുന്നത്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇരുന്നു, കാര്യങ്ങൾ പറഞ്ഞു. അല്ലാതെ അതിലെന്ത് ഭീഷണി? അങ്ങനെ പറയുമ്പോഴേക്ക് ഭീഷണി എന്ന് പറഞ്ഞ് അച്യുതാനന്ദൻ പ്രസ്താവന നടത്തിയ ഞങ്ങൾ പിറകോട്ട് പോകണോ? കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ തീയതിയുടെ കാര്യത്തിൽ പോലും കാര്യങ്ങൾ എന്താണ് എന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണല്ലോ ശ്രീ ഷംസുദ്ദീൻ താങ്കൾ വന്നിരിക്കുന്നത്. എന്താണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്? അതെ, അങ്ങനെ ഒരു വാഗ്വാദം ഉണ്ടായിട്ടില്ല. എന്നാൽ ഗവൺമെന്റിന്റെ സ്റ്റാൻഡ് കൃത്യമായി ബോധ്യപ്പെടുത്തി. ഇലക്ഷൻ കമ്മീഷണറെ ഗവൺമെന്റിന്റെ സ്റ്റാൻഡ് ഇവിടെ പിന്നെ 28 മുനിസിപ്പാലിറ്റികൾ കോടതി അംഗീകരിച്ചതാണ്. അത് മുനിസിപ്പാലിറ്റി ആയിക്കൊണ്ട് തന്നെ നിങ്ങൾ പറയുന്ന സമയമൊന്നും വേണ്ട, ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളുടെ ക്രമീകരണങ്ങൾ നടത്തി തെരഞ്ഞെടുപ്പ് നടത്താൻ സാധിക്കും. അല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കരുത്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന് തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കാൻ യാതൊരു വിധത്തിലുള്ള താല്പര്യവുമില്ല. ഇവിടെ സൂചിപ്പിച്ചല്ലോ, രാഷ്ട്രീയ കാലാവസ്ഥ ഞങ്ങൾക്ക് അനുകൂലമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറെ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതിലും വലിയ കമ്മീഷണർമാരെയും കണ്ടിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് നടത്താതെ സ്ഥാനം തെറിക്കുന്ന കമ്മീഷണർ ആകേണ്ടി വരും എന്ന് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണറോട് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞോ? പറയാവുന്ന സാഹചര്യമാണെന്ന് തോന്നുന്നു താങ്കളുടെ ഒരു രീതിയും ഭാവവും മട്ടും ഒക്കെ കണ്ടിട്ട്. അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടില്ല.
അങ്ങനെ പറയേണ്ട സാഹചര്യമില്ല. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ കാര്യങ്ങൾ വിശദീകരിച്ചു. തെരഞ്ഞെടുപ്പ് നടക്കാതെ പോകുമെന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കോടതി തർക്കവും ഒക്കെ ആയിട്ട് തെരഞ്ഞെടുപ്പ് നടക്കാതെ പോയാൽ ഈ കമ്മീഷണർ ഫെബ്രുവരിയിൽ ഒഴിയാൻ പോവല്ലേ? അപ്പൊ അത് ചൂണ്ടിക്കാണിച്ചാൽ അതൊരു ഭീഷണിയാണ്. അതിന് ഭീഷണി എന്നാണ് പറയുന്നത്. അദ്ദേഹം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി, തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് ബോധ്യപ്പെട്ടല്ലോ. അതായത് ചൂണ്ടിക്കാണിക്കേണ്ട ഒരു ചർച്ച ഞാൻ പറഞ്ഞല്ലോ, ചർച്ചയ്ക്ക് ഇരിക്കുന്നത് ചായ പിടിച്ച് പിരിയാനില്ലല്ലോ. ഗവൺമെന്റിന്റെ സ്റ്റാൻഡ് ഇലക്ഷൻ കമ്മീഷണർ ബോധ്യപ്പെടുത്താനാണ്. ചായ കുടിക്കാനല്ലോ എന്ന് 2 പ്രാവശ്യം പറയുന്ന ശ്രീ എൻ ഷംസുദ്ദീനോട് ഒരിക്കൽ കൂടി ഞാൻ ആ ചോദ്യം ചോദിക്കുകയാണ്. അതായത് തെരഞ്ഞെടുപ്പ് നടത്താതെ പോയാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ള നിലയിൽ എന്തായാലും ഫെബ്രുവരിയിൽ ശശിധരന് കാലാവധി പൂർത്തിയാകേണ്ടി വരും എന്നതിനാൽ തെരഞ്ഞെടുപ്പ് നടത്താതെ റിട്ടയർ ചെയ്യേണ്ടി വരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി മാറും എന്ന് കുഞ്ഞാലിക്കുട്ടിക്ക് പറയേണ്ടി വന്നോ? അത് ഭീഷണിപ്പെടുത്തലല്ലോ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാം. കാരണം കുഞ്ഞാലിക്കുട്ടിയോട് ചോദിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നത് അതെങ്ങനെയാണ് ഭീഷണിപ്പെടുത്തലാവുന്നത്? അത് ഭീഷണിപ്പെടുത്തലല്ലോ. ഞാൻ പറയട്ടെ, എല്ലാ സാഹചര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവും. അതിന് നിങ്ങൾ എന്തിന് ഭീഷണിപ്പെടുത്തിയെന്ന് പറയണം? ഇലക്ഷൻ കമ്മീഷണർക്ക് മാറ്റം ഉണ്ടായല്ലോ. ഗവൺമെന്റ് കൊടുക്കുന്ന അഫിഡവിറ്റിന് എതിർ അഫിഡവിറ്റ് കൊടുക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ ചർച്ചയിൽ നിങ്ങൾ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കല്ലേ? ഈ ദിവസത്തിന്റെ കാര്യം പറഞ്ഞിട്ട് ഇവിടെ സെപ്റ്റംബർ 3-ാം തീയതി കോടതിയിൽ ഈ കാര്യം വരുമ്പോ പിന്നെ 1 മാസം നീട്ടണം എന്ന് പറഞ്ഞത് എവിടുന്നാ? നവംബർ 1-ന് വരുന്നത് ഡിസംബർ 1-ലേക്കാകും. അവിടെയാണ് 1 മാസം നീട്ടുന്നത്. ഇനിയും അതിലേക്ക് 3 മാസം കിടക്കാണ്. അപ്പൊ ഗവൺമെന്റ് പറഞ്ഞ 82 ദിവസം മതി. അല്ലാതെ അന്ന് 82 താങ്കളുടെ വാദം ഞാൻ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ഈ ചർച്ചയിൽ. ഒന്നും വിചാരിക്കരുത്, എനിക്ക് സമയക്കുറവുണ്ട്. നേരത്തെ ശ്രീ എം ഹസനാണ് ഏറ്റവും കൂടുതൽ ഈ ചർച്ചയിൽ സമയം നൽകിയിട്ടുള്ളത്. ഈ ചർച്ചയിൽ UDF മാത്രമാണ് ലൈവ് അതിഥികളുള്ളത്. അതുകൊണ്ട് ഷംസുദ്ദീൻ പറഞ്ഞപ്പോൾ അപ്പം ഞാൻ തടസ്സപ്പെടുത്തിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. UDF മാത്രമാണ് ഈ ചർച്ചയിൽ സംസാരിച്ചിട്ടുള്ളത്. പാവം ആനത്തലവട്ട ആനന്ദൻ 2-3 മിനിറ്റിൽ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. പിന്നെ രാഷ്ട്രീയ നിരീക്ഷകനായ അഡ്വക്കേറ്റ് ജയശങ്കർ. അതുകൊണ്ട് ആ വാദം അംഗീകരിക്കപ്പെടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എം ഹസൻ, അഡ്വക്കേറ്റ് ജയശങ്കർ, എൻ ഷംസുദ്ദീൻ, വളരെ നന്ദി. ഒപ്പം തന്നെ ആനത്തലവട്ടം ആനന്ദൻ ടെലിഫോൺ ലൈനിൽ പങ്കെടുത്തു.